1976 ഏപ്രിൽ 19-ാം തീയതി അന്ന് ഈ തെരുവുകളിലൂടെ ബുൾഡോസറുകൾ പാഞ്ഞു. ഒപ്പം പാവപ്പെട്ട മനുഷ്യരുടെ ഇടനെഞ്ചിലേക്ക് ബുള്ളറ്റുകൾ തുളച്ചു കയറി. നേരം പുലർന്നപ്പോൾ തന്നെ വമ്പൻ പോലീസ് പടയുടെ അകമ്പടിയിൽ ബുൾഡോസറുകൾ ഇരമ്പി. പാവങ്ങൾ, മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തുർക്ക്മാൻ ഗേറ്റിലെ വീടുകളെല്ലാം ഇടിച്ചു നിരത്തി തുടങ്ങി. ജനം പ്രതിഷേധിച്ചു. പോലീസ് ആദ്യം ലാത്തി വീശി, പിന്നെ ടിയർ ഗ്യാസ് പ്രയോഗം. ആകെയുള്ള കിടപ്പാടം വിട്ടുതരില്ല എന്ന് പറഞ്ഞ് നെഞ്ചൂക്കോടെ പ്രതിരോധിച്ച മനുഷ്യരുടെ നെഞ്ചും കൂടി തകർത്ത് പോലീസ് നിറയൊഴിച്ചു. അക്കഥ ഓർമ്മയിൽ പോലും പൊള്ളലാണ്. तो बिल्डोजर चला वहाँ यहाँ चल गया, टूट गया, कोई बात नहीं. कुछ गिरफ्तारियाँ हुई, इसके बाद उनको भी छुट आ गए. फिर इन्होंने हमें वहाँ से लोग नगरी भेज दिया. फिर लोग नगरी के यहाँ आ गए, रंजीत होटल पे आ गए. रंजीत होटल फिर हमने यहाँ बसा लिया. ഡൽഹി നഗരത്തിന്റെ സൗന്ദര്യം കൂട്ടാനാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രിയപുത്രൻ സഞ്ജയ് ഗാന്ധിയും അനുയായികളും ചേർന്ന് തുർക്ക്മാൻ ഗേറ്റിൽ മനുഷ്യരെ കൊന്നു തള്ളിയത്. ഇവിടുത്തെ ജനങ്ങളെ ആകെ നിർബന്ധിച്ച് വന്ധ്യംകരിക്കാനും സഞ്ജയ് ഗാന്ധി ക്രൂരമായ ഇടപെടൽ നടത്തി. കല്യാണം കഴിക്കാത്തവർ പോലും വന്ധ്യംകരണത്തിന് ഇരയായി. देखिए, उस तोड़ फोड़ से उन लोगों को फायदा हुआ जिनका एक मकान था और 5 जने रहते थे. उनको 5 फ्लैट मिले. അധികാരത്തിന്റെ മത്ത് പിടിച്ച നേതാവും മകനും ചേർന്ന് രാജ്യ തലസ്ഥാനം ജനങ്ങൾക്ക് നരകതുല്യമാക്കിയതിന്റെ ഒരു ചരിത്രം മാത്രമാണ് തുർക്ക്മാൻ ഗേറ്റ്. എതിരഭിപ്രായത്തെ അവർ കൊന്നു തള്ളിയതിന്റെ ചോരപ്പാടുകൾ നമ്മുടെ തെരുവുകളിലാകെയുണ്ട്. അന്ന് ഡൽഹിയിലെ വീടുകൾ പൊളിച്ചു മാറ്റാൻ അടിയന്തരാവസ്ഥയുടെ തണൽ വേണമായിരുന്നു കോൺഗ്രസിന്റെ സർക്കാരിന്. പക്ഷേ ഇപ്പോഴത്തെ BJP സർക്കാരിന് ആ അടിയന്തരാവസ്ഥയുടെ തണലൊന്നും വേണ്ട. ഇത് നിസാമുദ്ദീനിലെ മദ്രാസി കോളനി നിന്ന സ്ഥലമാണ്. ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. അന്നത്തെ പോലെ വലിയ പ്രതിരോധമൊന്നും ഉണ്ടായില്ല. കാലം മാറുന്നുണ്ട്, പക്ഷേ ഏകാധിപതികളുടെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.